ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ CGL 2025 റിസൾട്ട്, അതായത് നമ്മൾ SSC മലയാളി എന്ന് പറഞ്ഞാൽ SSC ഫോക്കസ് ചെയ്ത് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ CGL റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന പല ആളുകളും ഇങ്ങനെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന റിസൾട്ട് 2 ദിവസം മുമ്പ് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ടെലിഗ്രാം ചാനൽ വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ SSC മലയാളി പിള്ളേർ തൂക്കിയിട്ടുണ്ട് റിസൾട്ട്. അത്രയും നല്ലൊരു റിസൾട്ടാണ്. വെറും 2 വർഷം കൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങി 2 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ നമ്പർ 1 റിസൾട്ടാണ് SSC മലയാളി കരസ്ഥമാക്കിയിട്ടുള്ളത്. അത്രയും നല്ല റിസൾട്ട്, ആ റിസൾട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇപ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ കയറിയ കുട്ടികളോടും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാതെ പുറത്തുപോയ കുട്ടികളോടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് എന്തായാലും കാണാൻ ശ്രമിക്കുക കേട്ടോ. അത്രയും നല്ലൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കുറച്ച് സങ്കടങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും ഇത്രയും കുട്ടികൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിനൊക്കെ ബോണസ് കൊടുക്കാത്തത് കൊണ്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള കുറേ കുട്ടികൾ ചെറിയ മാർക്കിന് പുറത്ത് പോയിട്ടുണ്ട്. ആ ഒരു സങ്കടം നമുക്ക് സൈഡിലുണ്ട്. എന്നാലും നമുക്ക് കുറേ കുട്ടികൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കേരള റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് SSC പബ്ലിഷ് ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ അറിയാം 9-2 സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നും എക്സാം എഴുതിയ ആളുകളാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കാര്യങ്ങൾ നോക്കിയാൽ ഇനി പുറത്ത് വേറെ എവിടെയെങ്കിലും റീജിയനിൽ നിന്നും എഴുതിയ കേരളക്കാരുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അറിഞ്ഞതിൽ നിന്നും ഇതാണ് കേരളത്തിൻ്റെ ടോപ്പ് 10, അതായത് മലയാളികളായിട്ടുള്ള കുട്ടികളാണ് കേരളത്തിലെ ടോപ്പ് 10. അതായത് ആദ്യം തന്നെ 1ാം റാങ്ക് അജേഷ് SB ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അജേഷ് SB, കൺഗ്രാജുലേഷൻസ് ആൻഡ് വെൽക്കം ടു കേരള റാങ്ക് 1 ക്ലബ് കേട്ടോ. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. കേരള റാങ്ക് 1 മാത്രമല്ല, ഓൾ ഇന്ത്യ 21ാം റാങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ ജസ്മൽ ജാഫർ ഓൾ ഇന്ത്യ 67 തോന്നുന്നു. അത് ടോപ്പ് 100ൽ 2 പേരാണ്. ഇതൊക്കെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് 100ൽ 3 പേരായിരുന്നു, ഇപ്രാവശ്യം ടോപ്പ് 100ൽ 2 പേരാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻസ് അല്ലാട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് കേരള റാങ്ക് ലിസ്റ്റ് പരിചയപ്പെടുത്തുന്നുള്ളൂ. നമ്മൾ സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ, ഞാനത് പറയാം. പക്ഷേ ഇവരാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കേരള റാങ്ക് തുടർച്ചയായിട്ട് 2 വർഷം നമ്മൾ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. പക്ഷേ ഇപ്പോഴും അത് ആ ഒരു പീക്കിൽ എത്തിയിട്ടുണ്ടോ വെച്ചാലില്ല. കാരണം 300 പേരോളമാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പം നമുക്കറിയാം ടോട്ടൽ നമ്മൾ കേരളത്തിൽ പരീക്ഷ 420ഓളം പേരുണ്ടെങ്കിൽ അതിൽ ഹിന്ദി നോർത്ത് ഇന്ത്യൻസിനൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു 284, ഇനി പുറത്ത് പോയി കുറച്ച് പേരെ കൂടെ കൂട്ടിയാൽ ഒരു 300 ആളുകളാണ് ഇവിടെ പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിൽ 300 ആളുകൾ എന്ന് പറയുമ്പോൾ തന്നെ ടോട്ടൽ 15,000 റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2% അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. മുൻ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിലും ഒരു പീക്കിൽ എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല കേട്ടോ. പിന്നെ 3rd റാങ്ക് മുഹമ്മദ് സാലി, ലാവണ്യ, ഷിനോയ്, AG അബ്രാം, അബ്ദുൾ റഹീം തയ്യിൽ തൊടി, അതുപോലെ തന്നെ അഭിജിത്ത് പ്രമോദ്, രോഹിത് ജോസ്, പ്രവൺ. ഇതാണ് നമ്മൾ കേരളത്തിലെ ടോപ്പ് റാങ്കേഴ്സ് വന്നിട്ടുള്ളത്. ടോപ്പ് റാങ്ക് ലിസ്റ്റ് കയറി എല്ലാവർക്കും SSC മലയാളിന്റെ അഭിനന്ദനങ്ങളും കാര്യങ്ങളും. അതുപോലെ തന്നെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് 10ൽ 6 പേരും SSC മലയാളിന്റെ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. അതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാലി, നമ്മുടെ SSC മലയാളി തുടങ്ങിയ ഓഫ്ലൈൻ ബാച്ച് തുടങ്ങിയ ആദ്യത്തെ ഓഫ്ലൈൻ ബാച്ചിനെ പറ്റി ഞാൻ എപ്പോഴും പറയാനുള്ളത് അത്രയും നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബാച്ചും കാര്യങ്ങളൊക്കെയാണ്. അത്രയും നല്ലൊരു ബ്രില്യൻ്റ്, ഞാൻ ഇപ്പോൾ മൈറ്റി ബാച്ച് എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ബാച്ചായിരുന്നു. ആ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ് സാലി ആണ് കേരളത്തിൽ റാങ്ക് 3, അതായത് ഓൾ ഇന്ത്യ റാങ്ക് 177 ആണ്, കേരള റാങ്ക് 3 ആയിട്ട് ക്വാളിഫൈ ആയിട്ടുള്ളത്. പിന്നെ അടുത്ത് കേരള റാങ്ക് 4 എത്തിയുടെ ലാവണ്യ നമ്മുടെ ബാച്ച് 14 ഓഫ്ലൈൻ, ഞാൻ പറയുന്നുണ്ട് ബാച്ച് 14 ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞൊരു വർഷമായിട്ട് SSC മലയാളി ലാവണ്യൻ്റെ വീട് എന്ന് പറയുന്നത് SSC മലയാളിയാണ്. ഫുൾ ടൈം നമ്മൾ കാണുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ SSC മലയാളിയുടെ ക്ലാസ് റൂം, അതുപോലെ തന്നെ ലൈബ്രറി റീഡിംഗ് റൂമായിട്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരു മുഖമാണ്. അതുപോലെ തന്നെ ഷിനോയ് പി എന്ന് പറഞ്ഞാൽ SSC മലയാളി എന്നാണോ തുടങ്ങി, SSC മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി എന്നാണ് തുടങ്ങി, അന്ന് മുതൽ SSC മലയാളിയുടെ കൂടുതൽ ഒരാളാണ്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മളെ SSC മലയാളിൻ്റെ നിങ്ങൾ ഇന്ന് കാണുന്ന ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി കൂടിയാണ് ഷിനോയ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഷിനോയൊക്കെ പരീക്ഷ ക്ലിയർ ചെയ്ത് ഇതിൽ കിട്ടുമ്പോൾ നമുക്ക് അത്രയും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്, ചില റിസൾട്ട് നമ്മളോട് ചേർന്ന് കിടക്കുന്ന റിസൾട്ടാണ്. അതിൽപ്പെട്ട റിസൾട്ടാണ് ഷിനോയിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ വീട്ടിലൊരാൾ കിട്ടുന്നതിന് തുല്യമാണ്. കാരണം SSC മലയാളി തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ SSC മലയാളിയുടെ തിരിച്ചൊരു പ്രതിഫലം പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഷിനോയ്. അപ്പോൾ ഷിനോയ്ക്കൊക്കെ ഇൻകം ഓഫീസ് സൂപ്രണ്ടായിട്ട് നല്ല റാങ്ക് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിൻ്റെ മാർക്ക് കുറച്ച് കുറഞ്ഞതുകൊണ്ട് ഓഫീസ് സൂപ്രണ്ടാണ് ഷിനോയ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ അബ്ദുൾ റഹീം തയ്യിൽ തൊടി നമ്മുടെ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. അഭിജിത്ത് പ്രമോദ് ഓൺലൈൻ ബാച്ചാണ്. അഭിജിത്ത് പ്രമോദിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൾറെഡി ഒരു SBI PO ഒക്കെ ക്ലിയർ ചെയ്ത് അത് റിസൈൻ ചെയ്ത്, കാരണം അതിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ച് റിസൈൻ ചെയ്ത് ആ റിസ്ക് എടുത്ത് പഠിച്ച് രണ്ടാമത് വീണ്ടും നല്ല രീതിയിൽ ക്വാളിഫൈ ചെയ്യാൻ അഭിജിത്ത് പ്രമോദിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഹിത് ജോസും, ഞാൻ നേരത്തെ ലാവണ്യനെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മുടെ മിഷൻ ബാച്ചിലും നമ്മുടെ ക്രാഷ് ബാച്ചിലൊക്കെ ഓഫ്ലൈനാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇപ്പോൾ ലാവണ്യ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ SSC മലയാളിയിലാണ് ഫുൾ ടൈം, ഡെയിലി രാവിലെയും വൈകുന്നേരം എന്നും കാണുന്ന മുഖങ്ങളിൽ ഒന്നാണ് രോഹിത് ജോസ്. അപ്പോൾ ഈ ടോപ്പ് 10ൽ 6 പേര് നമുക്ക് നമ്മുടെ SSC മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നും നമ്മുടെ ഓൺലൈൻ ബാച്ചുകളിൽ നിന്നും ക്ലിയർ ചെയ്യാൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ടോപ്പ് 10ൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. നമ്മൾ മൊത്തത്തിലുള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് 83 റിസൾട്ട്. അത് വെറുതെ എഴുതിയല്ല, കലർപ്പില്ലാത്ത 83 റിസൾട്ടുകൾ വെറുതെ എഴുതിയല്ല. ഈ കാണുന്ന കുട്ടികളെ നമ്മൾ 3 കാറ്റഗറി സ്റ്റുഡൻസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻസ്, ഓഫ്ലൈനായിട്ട് ഇവിടെ നിന്ന് പഠിച്ച ആളുകൾ. ഈ 83 കുട്ടികളിൽ 41 കുട്ടികളും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളിൽ പഠിച്ചാന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ 25 സ്റ്റുഡൻസ് നമ്മുടെ ഓൺലൈൻ പെയ്ഡ് ബാച്ച്, അതായത് ഒന്നെങ്കിൽ നമ്മുടെ റെഗുലർ ബാച്ച്, അല്ലെങ്കിൽ നമ്മുടെ മിഷൻ ബാച്ച്, അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ച്, പെയ്ഡ് ബാച്ചുകളിൽ പഠിച്ച കുട്ടികൾ.
ബാക്കി 15 കുട്ടികൾ 16 കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ, അതായത് നമ്മൾ ഡെയിലി പവർ അവർ എന്നൊരു സീരീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡ് എക്സ്പെക്റ്റഡ് ഒരു 1 വീക്ക് നിൽക്കുന്ന സീരീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഫുൾ കംപ്ലീറ്റ് കോഴ്സുകൾ നമ്മൾ SC മലയാളി ഫ്രീ ആയിട്ട് കൊടുത്ത ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതും കണ്ട് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ ചേർന്ന് ഈ 3 കാറ്റഗറിയിൽ കേട്ടോ. വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ SC മലയാളിക്ക് ഒരുപാട് കമ്മ്യൂണിറ്റികൾ, നമ്മുടെ 21,000 മെമ്പേഴ്സിലെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, 6,000 മെമ്പേഴ്സിലെ ഡെയിലി ക്യൂസ് നടക്കുന്ന ക്യൂസ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പ് ചാനലുണ്ട്, 85,000-ഓളം മെമ്പേഴ്സുള്ള യൂട്യൂബ് ചാനലുണ്ട്. ഇതിലൊരു അംഗമായി എന്നുള്ളതിൻ്റെ പേരിൽ ആരെയും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ടെലഗ്രാം ചാനൽ അംഗമായതുകൊണ്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മൾ 300-ഓളം മെമ്പേഴ്സുള്ള ഗ്രൂപ്പ് ഉണ്ട്, Tier 2 മിഷൻ ബാച്ച് നമുക്ക് വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു മെമ്പർ ആയതുകൊണ്ട് നമ്മൾ ആരെയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങോട്ട് വന്ന് കോൺടാക്ട് ചെയ്ത്, അതായത് നമ്മൾ ഇന്ന SC മലയാളിയുടെ ക്ലാസ്സുകൾ കണ്ട് ക്വാളിഫൈ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് അറിയിച്ച കുട്ടികളെ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ 41 കൂടെ 50%-ഓളം കുട്ടികൾ നമ്മൾ ഓഫ്ലൈനാണ്. അവർ പിന്നെ നമ്മൾ ഡെയിലി കാണുന്ന ആളുകൾ, അവർ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ നമ്മൾ അങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടില്ല, അവർ ഇങ്ങോട്ട് വന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, SSC മലയാളിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കമ്മ്യൂണിറ്റിയിലും കൂടെ ഉള്ള കുട്ടികളെ ചിലപ്പോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ 83 ചിലപ്പോൾ ഒരു 2 കൂടെ വരും, ചിലപ്പോൾ 283 ആവും കേട്ടോ. കാരണം ആ കുട്ടികളൊക്കെ SSC മലയാളിൻ്റെ ഈ കമ്മ്യൂണിറ്റികൾ പല വിധത്തിലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണ്. കാരണം അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം ഡെയിലി ക്യൂസ് നടക്കുന്ന ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഡെയിലി ക്യൂസ് നിങ്ങൾക്ക് അതിൽ കയറിയാൽ ഡെയിലി GK എൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്യൂസൊക്കെ റിവൈസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ മംഗ്ലീഷ് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി അത്യാവശ്യം കൃത്യമായിട്ട് ഒരുപാട് SC മലയാളി ഏകദേശം എല്ലാവരും, അത് SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടോപ്പ് 10 ഞാൻ പറഞ്ഞില്ല 6 പേരുടെ അപ്പുറത്തുള്ള ബാക്കിയുള്ളവർ പോലും ഈ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ അംഗമാണ് കേട്ടോ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ അംഗമായതുകൊണ്ട് നമ്മൾ ഏതായാലും ഇതിൽ റിസൾട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ആൾ, അപ്പോൾ പല ആളുകൾ സംശയമായിരിക്കും ഓഫ്ലൈൻ ഓക്കെ, ഓൺലൈൻ പെയ്ഡ് ബാച്ചും ഓക്കെ, പക്ഷേ യൂട്യൂബ് സ്റ്റുഡൻസിനെ എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംശയമുള്ള ആളുകളുണ്ടോ? അങ്ങനെ വെറുതെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്നതുകൊണ്ട് കാണണ്ടോ, അത് അവർക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ വെറുതെ അവർ യൂട്യൂബ് ക്ലാസ്സുകൾ 2 ക്ലാസ് കണ്ടതുകൊണ്ട് ആഡ് ചെയ്യാന്നുള്ള തോന്നലുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ 2 വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ ആ വോയിസ് ഒന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ കുട്ടികളെ നമുക്ക് നമ്മുടെ റിസൾട്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് പറ്റിയ ആളുകളാണോ, അത് വെറുതെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണോ നിങ്ങൾ സ്വയം തീരുമാനിക്കുക. 2 വീഡിയോ ഞാൻ കേൾക്കുക. അതിൽ ആദ്യത്തെ വീഡിയോ ഓഡിയോ എടുത്തു പറയാൻ വേണ്ടിയിട്ട് എനിക്കുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് കേരളത്തിൽ ഞാൻ കോച്ചിങ്ങിന് പോയാൽ എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് SSC മലയാളി മാത്രമാണ്. ഏത് രീതിയിൽ നോക്കിയാണ്, ഞാൻ അവിടെ പെയ്ഡ് ക്ലാസ്സോ അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് അവിടെ ചേർന്നത്. അപ്പൊ അത് പെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്കൊരു മടിയുണ്ടായി. മീൻ ഓഫ്ലൈൻ ആയിട്ട് അവിടെ വന്ന് പഠിക്കാനും എല്ലാം ഒരു സ്ഥലത്ത് പോയി, എന്നിട്ട് അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 9 months നിന്ന ശേഷം ആദ്യം വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടായി. പക്ഷെ ഒരു ജെന്യൂൻ ആയിട്ട് ഒരു SSC നോക്കുന്നുണ്ട് നിലയിൽ എനിക്ക് ഭയങ്കര ഒരു പഠിച്ച ശേഷം ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പുതിയതൊന്നും കിട്ടിയെന്ന് തോന്നിയത് ഉള്ളൊരു സ്ഥലം ഇത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ റിസൾട്ട് വന്ന ശേഷം ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സാറിൻ്റെ അടുത്താണ്, മെസ്സേജ് അയച്ചത് സാറിനാണ്. പിന്നെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ വേറെ അക്കാഡമിയിലോ കോച്ചിങ് സെന്ററിലോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് ജെന്യൂൻ ആയിട്ട് യൂസ്ഫുൾ ആയി എന്നുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇതാണ് ഒരു ഓഡിയോ. ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മൾ പുറത്തുവിടുന്നില്ല, കാരണം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാണ് കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞിട്ട് അയച്ചൊന്നുമല്ല. ഞാൻ അയച്ചപ്പോൾ ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കണം, നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ അത് കുറച്ച് ഓവറായി പോകും. കുട്ടികൾ തന്നെ പറയുമ്പോൾ വേറൊരു ഓഡിയോ കേട്ടു നോക്കും. സർ, ഓഫീസ് സൂപ്രണ്ട് പോസ്റ്റ് അലോട്ട് ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മെസ്സേജ് അയക്കുന്നത് സാറിനോട് വലിയൊരു താങ്ക്സ് പറയാനായിട്ട്. ഞാൻ ഇതിൽ SSCയിൽ ഭയങ്കര ന്യൂബിയാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് Tier 2 എന്നുള്ളതിനെ കുറിച്ച് ഒന്നും എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. അപ്പോ SSC മലയാളിയെ കുറിച്ച് അറിയുന്നതൊക്കെ ഭയങ്കര വൈകിയാണ്. സാറിന്റെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആ വീഡിയോ ഞാൻ റിലീജിയസ്ലി ഫോളോ ചെയ്തിരുന്നു. ആ ക്ലാസ്സുകൾ കണ്ടിന്യൂസ്ലി കേൾക്കുകയും അത് ഡെയിലി ഞാൻ അറ്റൻഡ് ചെയ്യുകയും ഇന്ററാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് Tier 2. ലൈക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസോടെ അറ്റംപ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇത് ഇങ്ങനെ നമ്മള് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡിൽ എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ആ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് സാറിന്റെ ക്ലാസ് കൊണ്ട് ഭയങ്കര ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഐ കാൻ സേ താങ്ക് യു ഇനഫ്. സോ താങ്ക്ഫുൾ സർ, സോ താങ്ക്ഫുൾ. ഇതിപ്പോൾ ഒരു 2 ഓഡിയോ ഞാൻ കേൾപ്പിച്ചെന്നാണ്. ഇതുപോലെ മെസ്സേജ് അയച്ച ആളുകളുണ്ട്. മെസ്സേജ് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് കാണിച്ചില്ല. ഓഡിയോ ആയിട്ട് ഞാൻ
കേൾപ്പിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ പറഞ്ഞ ഈ രണ്ട് കുട്ടികൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഈ രണ്ട് കുട്ടികളുടെ റിസൾട്ട് നമുക്ക് നമ്മുടെ SSC മലയാളിയിൽ കാണാം. കാരണം ഈ രണ്ട് കുട്ടികളും നമ്മുടെ SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നയാ പൈസ തന്നിട്ടില്ല. അവർ നമ്മുടെ ഓഫ്ലൈൻ ജോയിൻ ചെയ്തിട്ടില്ല, ഓൺലൈൻ ജോയിൻ ചെയ്തിട്ടില്ല, ഒരു പൈസ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ കുട്ടികളുടെ മനസ്സിൽ നിന്ന് വന്ന ആത്മാർത്ഥമായിട്ട് റിവ്യൂ ആണ് അവർ റിസൾട്ട് വന്ന ദിവസം എനിക്ക് ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞത്. നമ്മൾ ഓഫ്ലൈൻ കുട്ടികൾ ഓൺലൈൻ കുട്ടികൾ കിട്ടുന്ന പോലെ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇതുപോലെ കുട്ടികൾ പഠിച്ചിട്ട്. കാരണം ഈ പറഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസ് ഒക്കെ പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അരിത്മെറ്റിക് ചെയ്യാൻ ഞാനും അഡ്വാൻസ് മാത്സ് ചെയ്യാൻ ബാസും സാറൊക്കെ കൃത്യമായിട്ട്, കാരണം നമുക്കറിയാം ഇപ്രാവശ്യം പുതിയ ടീമാണ്, വെണ്ടറാണ് പരീക്ഷ നടന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ എന്നുള്ളത് കൃത്യമായിട്ട് 45 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് എടുത്ത് ചേർത്ത് നമ്മൾ തന്നെയാണ് ക്ലാസ്സുകളൊക്കെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 3 ദിവസം അരിത്മെറ്റിക്, 3 ദിവസം അഡ്വാൻസ് വൈകുന്നേരങ്ങളിൽ 1-2 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി പവർ അവർ എന്ന് പറഞ്ഞിട്ട് Tier 2 ബാച്ചിന് വേണ്ടി സീരീസ്. അതുപോലെ അന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം ഡെയിലി വീഡിയോ ഇടുമ്പോൾ ഒരു 200-300 അല്ലെങ്കിൽ മാക്സിമം 400 വ്യൂസ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായത് Tier 2 ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് അല്ല, അപ്പോൾ Tier 2 ക്ലിയർ ചെയ്ത കുട്ടികളല്ലേ കാണുള്ളൂ. എന്നാലും ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഇത്രയും ക്ലാസ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്താ പരമാവധി കാണും. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കാണുന്ന 200-300 കുട്ടികളാണെങ്കിൽ പോലും അതിൽ ഇത് വളരെ ആത്മാർത്ഥതയോട് കൂടി പഠിച്ച് ഇപ്പോൾ എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികളുണ്ടെന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇനി 300 അല്ല, ഒരു 50-10 വ്യൂസ് ഉള്ളെങ്കിലും നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യും. കാരണം ഒരു കുട്ടിക്ക് ആത്മാർത്ഥമായിട്ട് ആ വീഡിയോസിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇനിയും അങ്ങനത്തെ സീരീസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കുട്ടികൾ ഇങ്ങനത്തെ ഈ പറഞ്ഞ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരുടെ റിസൾട്ട് നമ്മുടെ റിസൾട്ടായിട്ട് തന്നെ അതാടി, അതിലൊന്നും ഒരു സംശയമില്ല കേട്ടോ. അല്ല നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ പോസ്റ്റ് ഡിഫറൻസിൻ്റെ ഒരു ക്ലാസ് ഒക്കെ ചെയ്തായിരുന്നു നമ്മൾ പോസ്റ്റ് ഡിഫറൻസ്. അതിലൊക്കെ വന്ന് അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അവരൊന്നും അങ്ങനെ SSC മലയാളിയുടെ ക്ലാസ്സുകൾ എടുത്ത ആളുകളില്ല. പക്ഷേ അവരൊക്കെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ വഴി ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത പോസ്റ്റ് ഡിഫറൻസിൻ്റെ ക്ലാസ്സുകൾ അവരൊന്നും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. അവരുടെ ദേഷ്യം കൊണ്ടൊന്നും അല്ല, പക്ഷേ അത് നമുക്കറിയാം ജെനുവിനായിട്ട് അവർക്ക് പല സ്ഥലങ്ങളിലായിട്ട് പഠിച്ച ആളുകളാണ്. പക്ഷേ അവരുടെ റിസൾട്ട് നമ്മൾ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ അതിനൊന്നും നമ്മൾ പോയിട്ടില്ല. അത് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് കലർപ്പില്ലാത്ത 83 റിസൾട്ടുകൾ നമുക്ക് ധൈര്യമായിട്ട് ആത്മാർത്ഥത്തോട് കൊടുക്കാൻ പറ്റുന്നു കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ട്. പല കാര്യം പറയല്ലേ, 41 കുട്ടികൾ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിന് മാത്രം. അതിൽ ഞാൻ പറഞ്ഞു ബാച്ച് 1 എന്ന് മാത്രം 10 കുട്ടികൾ ഒറ്റ ബാച്ചിൽ നിന്ന് SSC മലയാളിയുടെ ഏറ്റവും ബെസ്റ്റ് ബാച്ച് അതിന് 10 കുട്ടികളാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നോക്കി ഈ പറഞ്ഞതിൽ ഓൾമോസ്റ്റ് 50% നമ്മുടെ അതിൽ വളരെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഓഫീസർ, പിന്നെ GST ഇൻസ്പെക്ടർ മുതൽ ഓഫീസ് സൂപ്രണ്ട്, ഓഡിറ്റർ, ടാക്സ് അസിസ്റ്റന്റ് പോലത്തെ പല നിരവധി അതായത് SSC ഇനി അങ്ങോട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതൊരു കേന്ദ്ര ഗവൺമെൻറ് ഓഫീസ് എടുത്താലും അതിൽ SSC മലയാളിൻ്റെ ഒരു വിദ്യാർത്ഥി ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. അതുപോലെ തന്നെ നോക്കിയേ ഈ 83 റിസൾട്ട് എന്ന് ഞാൻ പറഞ്ഞു 284 കുട്ടികളെ ഞാൻ എണ്ണി നോക്കുമ്പോൾ അതിൽ ഇന്ത്യക്കാരെ മാറ്റി നിർത്തിയ മലയാളികൾ അതിൽ 83 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 3-1 കുട്ടി, ഒരു 30-31% നമ്മൾ SSC മലയാളി സ്റ്റുഡൻസ് ആണ്. അതായത് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ 3-1 ആരാണ് SSC മലയാളി സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് വളരെ അഭിമാനത്തോട് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടെടുത്തത് വെറുതെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്ത് ആ ഗ്രൂപ്പിൽ നാട് ചെയ്യുന്ന റിസൾട്ടോ കാര്യങ്ങളൊന്നും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ആ കുട്ടികൾക്ക് പലപ്പോഴും പഠിക്കാനും മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊരു കുറവല്ല ഉണ്ടാവാറ്, പഠിക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ. പക്ഷേ അവർക്ക് വേണ്ട ഒരു ഗൈഡൻസ്, അതുപോലെ തന്നെ വേണ്ട പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, കൃത്യമായിട്ട് ഫുൾ ടൈം പഠിക്കാൻ എപ്പോഴും അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടിന് അവരെ നമ്മൾ പാമ്പർ ചെയ്ത് കൊണ്ടുവരാം. അവർക്ക് എപ്പോഴും നമ്മുടെ ഏത് ഫാക്കൽറ്റീൻ്റെ അടുത്ത് ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചു വന്നാൽ അവർക്ക് ഡൗട്ട്, അതായത് ആ ഫാക്കൽറ്റിനെ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവാറില്ല. അത്രയും നമ്മൾ ടാഗ് ലൈൻ പോലെ തന്നെ സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് എന്നാണ് നമ്മൾ പറയാറ്. അത്രയും ആ ടാഗ് ലൈൻ അത്ര അധികം അന്വർത്ഥമാക്കിയിട്ടുള്ള ക്യാമ്പസ് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്ര അഭിമാനം. ഞാൻ ഈ പറയുമ്പോൾ വളരെ അഭിമാനത്തോട് പറഞ്ഞത്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടോ അല്ലെങ്കിൽ ദേശീയ കാര്യം അങ്ങനത്തെ ഒന്നും പറയുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇത് നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കാര്യത്തിലൊന്നും പറയാനോ അവരുമായിട്ടൊന്നും നമ്മളില്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രം. അത്രയും നല്ല അഭിമാനകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായതുകൊണ്ട് നമുക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. എന്തായാലും ഇനി അങ്ങോട്ട് അടുത്ത വർഷങ്ങളിലും ഇതിലും മികച്ച റിസൾട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി നോക്കിയത് നമ്മൾ കേരളം നോക്കി, അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നോക്കി കാലിബാബുവിൻ്റെ കഥ ഞാൻ വേറെ നിങ്ങൾക്ക് പറയുന്നത്. കാലിബാബു എന്ന് പറഞ്ഞാൽ മലയാളിയല്ല, പുറത്ത്. പക്ഷേ കേരള റിസൾട്ട് ഒന്നും പറഞ്ഞത് അങ്ങനെ കേരളത്തിലെ റിസൾട്ട് ഒന്നും അല്ല. പക്ഷേ കാലിബാബുവിൻ്റെ ഒരു കഥ ഉണ്ട്, അത് വേറെ എന്തായാലും നിങ്ങൾ ഉടനെ തന്നെ അതറിയും കേട്ടോ. പിന്നെ അക്ഷയ് വി, അതുപോലെ തന്നെ നെഹ്ലാനൂരി നമ്മുടെ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഫൈസ് ഫിറോസ് ഒക്കെ നമ്മുടെ ബാച്ച് 3 ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷം വെറും 2ാമത്തെ ചാൻസിൽ തന്നെ വളരെ ഉയർന്ന റാങ്കോടുകൂടി നമുക്ക് GST ഇൻസ്പെക്ടറെ കരസ്ഥ രഘുകൃഷ്ണൻ നേരത്തെ പറഞ്ഞ ബാച്ച് 1 ആണ്. അലോഷ്യസ് ഡേവിസ് നമ്മുടെ ഓഫ്ലൈൻ ക്രാഷ് ബാച്ചാണ്. അങ്ങനത്തെ പല ക്യാമ്പ് ഒരുപാട് ആളുണ്ട്. നെബുവാനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ലിസ്റ്റിൽ കണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും കൂടെ പഠിച്ചു. നമ്മുടെ ബാച്ച് 1 സ്റ്റുഡൻ്റ് ആണ്, ഒന്നുകൂടെ പഠിച്ചു. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ജിജിൻ ദാസ് നമ്മൾ ഓൺലൈൻ, അജൽദീപ് ബാച്ച് 1 ആണ്, അലൻ, അതുപോലെ തന്നെ അമീൻ അബ്ദുൽ സത്താർ, പിന്നെ ക്രിസ്റ്റോ സജി, ഇവരൊക്കെ നല്ല നല്ല റാങ്കിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫഹദ്, അജ്മൽ ടി, നമ്മളെ ഒരു വർഷം അതായത് നമ്മൾ കൃത്യമായിട്ട് ഗൈഡൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഒറ്റ ബാച്ച്, ഒരു മെന്റർഷിപ്പ് ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ അമിൽ സാറാണ് നോക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ചെറിയ കുറച്ച് കുട്ടികളുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് ആ ബാച്ചിൽ നിന്നാണ് CBI ഇൻസ്പെക്ടറായിട്ട് നമ്മുടെ അജ്മലും കയറിയിട്ടുള്ളത്. അജ്മലിനൊക്കെ പറഞ്ഞാൽ ഓൾറെഡി കണ്ടന്റ് കാര്യങ്ങളൊക്കെ റിച്ച് ആണ്, പക്ഷേ ഒരു ഗൈഡൻസും കാര്യങ്ങളും ഒരു മെന്റർഷിപ്പുമാണ് നമ്മൾ ആവശ്യമുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് അതിൽ അപ്പോൾ മെന്റർഷിപ്പ് ബാച്ചിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റാണ് നമുക്കുള്ളത് നമ്മുടെ അജ്മലാണ്. പിന്നെ അതുല്യ, അതിലേക്ക് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ക്രാഷ് ബാച്ചിലെ മിഷൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ പല അനിൽ മാത്യു ബാച്ച് 1 ആണ്, അനന്തു നമ്മുടെ ബാച്ച് 2 ആണ്, അങ്ങനെ അക്ഷയ് ബാച്ച് 8 ആണ്, ഫിറോസ് നമ്മുടെ മിഷൻ ബാച്ച് ആണ്. അങ്ങനെ പല ബാക്കി ഇതൊക്കെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. നോക്കട്ടെ, അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് കിട്ടും. നോക്കി മെഹ്റാ ബീവി, സക്രിൽ, നവനീത്, അഭിജിത്ത്, അജ്മൽ കരി, ഇംതിനാൻ, ഇതൊക്കെ നമുക്ക് വളരെ അടുത്ത വേണ്ടപ്പെട്ട ആളുകളും കൂടിയാണ്. നോക്കി ആൻസിലിൻ, അശ്വിൻ, വിജയ്, അതുപോലെ തന്നെ ഒരുപാട്, ഞാൻ ഇല്ല ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നോക്കുക കേട്ടോ. ഇത്രയും റിസൾട്ടുകളാണ് നമുക്കുള്ള ടോട്ടൽ 83 റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ അമൃതേനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാഴ്ച മുമ്പ് നമ്മുടെ SC മലയാളിൻ്റെ അതിൽ ബാങ്കിൻ്റെ ക്ലർക്ക് എക്സാം ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അമൃതക്ക് വീണ്ടും ഒരു ജോലിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇതാണ് ഇപ്പോൾ ടാക്സ് അസിസ്റ്റന്റ്, CBISയിൽ ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അനന്തിലൊക്കെ ഇതുപോലെ തന്നെ, അനന്തിലൊക്കെ ഒരുപാട് കഥകളും കാര്യങ്ങളും സ്ട്രഗിളുകളൊക്കെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഓൺലൈൻ ബാച്ചുകളൊക്കെ പഠിച്ചു, ഇപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഓഫ്ലൈൻ ബാച്ചുകൾ ഇപ്പോൾ ഓൺലൈൻ ബാച്ച് പഠിച്ചു, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പ്രാവശ്യം ഒന്നും കൂടി ഓഫ്ലൈൻ ബാച്ചിലേക്ക് വന്നിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് റിസൾട്ടും കാര്യങ്ങളും ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണ് കേട്ടോ. അതുപോലെ ഒരുപാട് നോക്കി പല കാറ്റഗറിയിലെ ആളുകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നോക്കി നമ്മുടെ ബാച്ച് 1 ഞാൻ പറഞ്ഞു SSC മലയാളിൻ്റെ ബാച്ച് 1 നിന്ന് 10 പേർ ഓൾറെഡി കുറച്ച് പേര് കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. 10 പേര് പ്രാവശ്യവും ക്ലിയർ ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ ടോട്ടൽ 10 പേരാണ് ഒറ്റ ബാച്ചിൽ ഞാൻ പറയുന്നത്. ഒറ്റ ഓഫ്ലൈൻ SSC മലയാളിയുടെ ആദ്യ ബാച്ചിൽ നിന്ന് ക്ലിയർ ചെയ്ത 10 പേരാണ്. അതുപോലെ തന്നെ ഓരോ ബാച്ചുകളിലായിട്ട് കുറച്ച് പേരായിട്ട് ക്ലിയർ ചെയ്ത്. അപ്പോൾ പറയാൻ ഇത്രേ ഉള്ളൂ, ഇത് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇതൊരു തുടർച്ച മാത്രമാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തിൽ തുടർച്ച. ഇനി അടുത്ത വർഷം ഈ 83 ഉള്ളത് നമ്മൾ എന്താവും 100 ആക്കും, സെഞ്ചുറി അടിച്ചിരിക്കും, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ 300 പേരാണ് കേരളത്തിൽ ക്വാളിഫൈ ആയെങ്കിൽ അതൊരു 500-600 പേരിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വലുതാക്കാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും കുറച്ച് വലിയ രീതിയിൽ കുറച്ച് അവയർനെസ് കാര്യങ്ങൾ കൊടുത്ത് കൂടുതൽ കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതിലോട്ട് കൊണ്ടുവരാനുള്ള ലക്ഷ്യം തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ 300 എന്നുള്ളത് എന്തായാലും നമ്മൾ ഒരു 500-600ലേക്ക് അടുത്ത വർഷങ്ങളിൽ നമ്മൾ എത്തിക്കും. അതുപോലെ തന്നെ SC മലയാളിൻ്റെ റിസൾട്ട് എന്നുള്ള 83 അടുത്ത വർഷങ്ങളിൽ സെഞ്ചുറി കടന്നിരിക്കും, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഒരു 2 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു 2 വർഷം കൊണ്ട് ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് കരസ്ഥാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഹാർഡ് വർക്ക് കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ എക്സാം ക്ലിയർ ചെയ്ത ആളുകളോടാണ്. വളരെ നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ് കേട്ടോ. കൃത്യമായിട്ട് ഫിക്സ് ഫ്ലോട്ട് ഓപ്ഷനൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഈ ഫിക്സ് ഫ്ലോട്ട് കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒന്നും കൂടെ വരും. കാരണം ഓൾറെഡി കിട്ടിയ ആൾക്ക് എന്തായാലും ഒന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ അവർക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫിക്സ് ഫ്ലോട്ട് കൃത്യമായിട്ട് എല്ലാവരും കൊടുക്കുക കേട്ടോ. അല്ലാതെ ഞാനൊന്നും എനിക്ക് മാറ്റമൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ പോകുന്നില്ല പറഞ്ഞിരിക്കരുത്. എന്തായാലും നിങ്ങൾ പോകണം, പോയിട്ട് അത് ഫിക്സോ ഫ്ലോട്ടോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കണം. അത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ആണോ നിങ്ങൾക്ക് കിട്ടിയത് ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഡോസിയേഴ്സ് എല്ലാം SSC കൈമാറും. പിന്നെ SSCന്റെ പണി തീർന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഈ ഓഫീസ് സൂപ്രണ്ട് കിട്ടിയ ആളുകളുടെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കിട്ടിയ ആളുടെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാം കേട്ടോ. നിങ്ങൾ SSC മലയാളിയുടെ Tier 1 ക്വാളിഫൈഡ് എന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവർ ആ ലിങ്ക് തരും. എന്നിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് അപ്ഡേറ്റ് ഒക്കെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉദാഹരണത്തിന് എക്സാമ്പിൾ നിങ്ങൾക്ക് GST ആണ് കിട്ടിയതെങ്കിൽ പിന്നെ SSCന്റെ സൈറ്റ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പിന്നെ GSTന്റെ CBISന്റെ സൈറ്റിലായിരിക്കും പിന്നെ ബാക്കിയുള്ള ലൊക്കേഷൻ പ്രിഫറൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജോയിനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മെയിൽ ID ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും അപ്ഡേറ്റ്സ് കണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ID യും നിങ്ങൾ ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് കമ്മ്യൂണിക്കേഷനൊക്കെ വരിക. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ലെവൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോസ്റ്റ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറി പക്ഷേ ആഗ്രഹിച്ച പോസ്റ്റ് അല്ല കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ലെവൽ 7 പോസ്റ്റ് താഴെ ലെവൽ 6, ലെവൽ 5, ലെവൽ 4 പോലത്തെ പോസ്റ്റുകളാണ് കിട്ടിയതെങ്കിൽ ഒന്നും കൂടെ നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡ്രീം പോസ്റ്റിലേക്ക് അടുത്ത വർഷത്തിൽ എത്താൻ നോക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാനും ഒന്നിനും കൊള്ളാത്തതിൽ ഞാൻ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. 12 ലക്ഷത്തോളം 25 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്ത് അതിൽ 12 ലക്ഷം ആളുകൾ എഴുതിയ പരീക്ഷയിൽ 15,000 അതായത് പറയുകയാണെങ്കിൽ ഒരു 200-ൽ ഒരാൾ ആവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 200-ൽ ഒരാൾ ഇന്ത്യയിലെ 200-ൽ ഒരാളാവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്ര മോശമല്ല നിങ്ങൾ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ആ കോൺഫിഡൻസിൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു റാങ്കും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക്. കാരണം അടുത്ത വർഷം ഇതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇൻകം ടാക്സും GSTയിലൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട്, അത്യാവശ്യം നല്ല വേക്കൻസി അടുത്ത പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ആ ഒരു ഫ്ലോ കട്ടായി പോയത്. കാരണം ഏതെങ്കിലും ഒരു ജോലി കിട്ടി സാറ്റിസ്ഫൈഡ് ആയി പോയി കഴിഞ്ഞാൽ ഫ്ലോ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നിങ്ങൾ അടുത്ത വർഷം വീണ്ടും നോക്കേണ്ടി ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്ക് നോക്കുക പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോക്കുന്ന ആളുകളുണ്ടില്ല ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ ഈ സമയം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഇതിലും നല്ലൊരു അറ്റംപ്റ്റ് അടുത്ത വർഷം കൊടുക്കാനും പറ്റും കേട്ടോ. അതുപോലെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഓക്കെ, പല കാരണങ്ങളായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിന് ഫെയിൽ ആയി പോയതായിരിക്കും കേട്ടോ. കമ്പ്യൂട്ടറിന് ഫെയിൽ ആയി ഒരിക്കലും നിങ്ങളുടെ കാരണം കൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്തതെന്ന് വിശ്വസിക്കരുത്. അത് കമ്പ്യൂട്ടർ അങ്ങനെ ആയിപ്പോയി. കമ്പ്യൂട്ടറിന് ആർക്കും ഒരു നമ്മൾ ബോണസ് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും കമ്പ്യൂട്ടറിന് ഒരു ബോണസും കിട്ടിയിട്ടില്ല. പക്ഷേ
നിങ്ങൾ എലിജിബിൾ അല്ലാത്ത ആളുകളല്ല കേട്ടോ. പല ആളുകളും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്ക് ഉണ്ട്, പക്ഷേ കമ്പ്യൂട്ടറിന് ഫെയിൽ ആയി പോയതുകൊണ്ട് ബാക്കിൽ പോയ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളല്ല. പക്ഷേ കമ്പ്യൂട്ടർ ഒരു ക്വാളിഫയിങ് പേപ്പർ നിങ്ങൾക്ക് അത്രയും ടഫ് ആയതുകൊണ്ട് നിങ്ങൾ പാസ്സായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കാലിബറോ നിങ്ങളുടെ നോളജോ ഒന്നും ഇല്ലാതാവുന്നില്ല. അടുത്ത വർഷം ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കുക. പല ആളുകളും സങ്കടപ്പെട്ട് ഡെസ്പായിട്ട് ഇരിക്കുന്നുണ്ടാവും, സ്വാഭാവികമാണ്. കാരണം റിസൾട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു റാങ്ക് ലിസ്റ്റിൽ കയറുന്നു, പ്രതീക്ഷിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഓക്കെ, സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും. പക്ഷേ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ പഠിക്കുക കേട്ടോ. കാരണം ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ആലോചിക്കുമ്പോൾ നല്ലതിനാന്ന് തോന്നും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ചെറിയ മാർക്കിനൊക്കെ മിസ്സായി പോയ പല ആളുകൾ നമ്മളെ വിളിച്ചിട്ട് സാറേ ഞാൻ നിർത്തുകയാണ്, കാരണം ഞാൻ ഇത്രയും പഠിച്ചു, അടുത്തെത്തി, എനിക്ക് പറ്റുന്നില്ല, ഞാൻ റാങ്ക് 2 മാർക്കിന് പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച പല ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ലിസ്റ്റിലുള്ള ആളുകളൊക്കെ. അവർ ഇപ്രാവശ്യം നല്ല മാർക്കോടുകൂടി, ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ചിലപ്പോൾ നല്ലതിനായിരിക്കാം, കഴിഞ്ഞ പ്രാവശ്യം അവർ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരൊരു ലെവൽ 4 ലെവൽ 5 പോസ്റ്റിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആയി പോയേക്കാം. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് കിട്ടാത്തത് കൊണ്ട് അവർ നന്നായിട്ടൊന്നും കൂടെ പഠിച്ചു പ്രാവശ്യം ലെവൽ 7ലേക്ക് എത്തി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ കിട്ടാത്തത് അല്ലെങ്കിൽ സ്വാഭാവികമാണ്, മനുഷ്യനാകുമ്പോൾ സങ്കടം കാര്യങ്ങൾ. പക്ഷേ അത് സങ്കടപ്പെട്ടിരിക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ്. മുന്നോട്ട് പോവുക കേട്ടോ. പല കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും സങ്കടപ്പെട്ടിരിക്കാനല്ല നമ്മൾ ലൈഫിൽ നോക്കേണ്ടത്. ലൈഫിൽ നമ്മളാരും തോറ്റുപോയി എന്ന് പറയരുത് കേട്ടോ. ഈ വർഷം റാങ്ക് 15,000 വേക്കൻസി ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചില ആൾ കമ്പ്യൂട്ടർ അല്ലാതെ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ നിങ്ങൾ മെയിൻസ് എഴുതിയ ആളുകളാണ്, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എഴുതിയ ആളുകളാണ്. നിങ്ങൾ ആരും ക്വാളിഫൈ, ഞാൻ നേരത്തെ പറഞ്ഞ് 12 ലക്ഷം ആളുകൾ എഴുതിയ പരീക്ഷയിൽ 1.3 ലാക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ആ 1.3ൽ നിന്നും ഒരു 15,000ലേക്ക് എത്താനുള്ള ഒരു യാത്ര മാത്രമേ നിങ്ങൾക്കുള്ളൂ. ബാക്കി നിങ്ങൾ 11 ലക്ഷം പേരെ നിങ്ങൾ ബാക്കിലാക്കി കഴിഞ്ഞു. ഇനി ഒരു 1 ലക്ഷം പേരെ കൂടെ ബാക്കിലാക്കാൻ മാത്രമുള്ള ഒരു ഇതേ നിങ്ങൾക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുന്ന എക്സാമുകൾ. പക്ഷേ സങ്കടപ്പെട്ട് മാറിയിരിക്കുക. പ്രാവശ്യം 15,000 വേക്കൻസി ആയതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ. 20,000 വേക്കൻസിൻ്റെ ചിലപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറേണ്ട ആളാണ്. ഇതൊക്കെ വേക്കൻസി കൂടും കുറേയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഔട്ടാകും ഉന്നാവുകയൊക്കെ ചെയ്യും. അതൊക്കെ എപ്പോഴും നമ്മുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കാന്ന് വിചാരിക്കുക. ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞാൽ ഈ എക്സാമിന് 90% നമ്മുടെ ഹാർഡ് വർക്ക് ആണെങ്കിലും 10% അല്ലെങ്കിൽ 5% ലക്ക് എന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഒരു ലക്ക് എന്ന് പറഞ്ഞ സാധനം കൂടെ നമ്മൾ ഫേവർ ചെയ്യുമ്പോഴാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറുന്നു. റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ പല കാറ്റഗറി അങ്ങോട്ടും മുന്നോട്ടൊക്കെ പോകുന്നു. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, ഞാൻ കേരള റാങ്ക് 1 നേടിയിട്ടുണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് 62 നേടി. ഒരിക്കലും ഞാൻ പറയുന്നില്ല ആ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ 1 സ്റ്റുഡൻറ്റ് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ പല ഷിഫ്റ്റുകളിലും എന്നെ ഒരുപാട് ലക്കും കൂടെ ഫേവർ ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റിൽ 3300 ഉണ്ടായിരുന്നു 8-9 വർഷത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ എനിക്ക് 62ലേക്ക് എത്താൻ സാധിച്ചു. അതിൻ്റെ അർത്ഥം എൻ്റെ കൂടെ പഠിച്ച എന്നെക്കാളും ബ്രില്യൻ്റ് ആളുകൾ എനിക്കറിയുന്നു, അവരൊക്കെ എന്നെക്കാളും ബ്രില്യൻ്റ് ആണ്, അവരൊക്കെ എന്നെക്കാളും മുന്നിലെത്താൻ. പക്ഷേ ആ വർഷം ഒരു ലക്ക് ഫാക്ടർ എന്നെ ഫേവർ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ടോപ്പിലെത്താൻ പറ്റി കേട്ടോ. അതുപോലെയുള്ളൂ. അത് ഏത് വർഷമാണ് നമുക്ക് ആ ലക്ക് വരുന്നത് പറയാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അമൃതേൻ്റെ ഒക്കെ നോക്കിയേ, അമൃതേൻ്റെ കാരണം ഇത്രയും കാലം ജോലി ഇല്ലാന്ന് പറഞ്ഞത്, പക്ഷേ കിട്ടുമ്പോൾ അടുപ്പിച്ച് 2 ജോലിയാണ് വരുന്നത്. ഒരു ബാങ്ക് ജോലി, ഒരു SSC ജോലി, അല്ലേ, അത് കേന്ദ്ര ഗവൺമെൻറ് ജോലി. ഈ രണ്ടിൽ ഏത് ചൂസ് ചെയ്യുന്ന കൺഫ്യൂഷൻ. അപ്പോൾ നെബുവാൻ്റെ കഥ നമ്മൾ പറഞ്ഞു, നെബുവാനൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ ജോലി ഇല്ലാന്ന് നടന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം MTS ക്ലിയർ ചെയ്തു, CGL ക്ലിയർ ചെയ്തു. ഇപ്രാവശ്യം വീണ്ടും CGL ഒന്നും കൂടെ നല്ലൊരു പോസ്റ്റിലോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി. അതുപോലെ യദുകൃഷ്ണൻ, ഇപ്പോൾ നിങ്ങൾ കണ്ടതാ ബാച്ച് 1ൽ യദുകൃഷ്ണനൊക്കെ കഴിഞ്ഞ 2 പ്രാവശ്യം കഷ്ടപ്പെട്ട് പഠിച്ചു, CGL ക്ലിയർ ചെയ്യാൻ പറ്റില്ല, MTS ആണ് ക്ലിയർ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം MTS റിസൈൻ ചെയ്തു, എന്നിട്ട് 1 വർഷം പഠിച്ചു, ആ വർഷം വീണ്ടും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ വർഷം 1 മാർക്ക് 2 മാർക്കിന് പോയി. അപ്പോൾ പിന്നെ അയാൾ ആ അടുത്ത വർഷം കിട്ടിയ ഹവൽദാർ പോസ്റ്റിന് ജോയിൻ ചെയ്തു. ആ ഹവൽദാർ പോസ്റ്റിൽ ഇരുന്നു കൊണ്ടാണ് പഠിച്ചത്. എന്നിട്ട് പ്രാവശ്യം 930 റാങ്ക് കേട്ടോ. അതായത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, EPFOയിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആയിട്ടാണ് പ്രാവശ്യം ജോലി കിട്ടിയത്. ലെവൽ 7 പോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിളും കഥകളും ചരിത്രങ്ങളൊക്കെ നമ്മൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് തോറ്റുപോയി എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഇരിക്കേണ്ടി വരും. ആ സമയം ഓക്കെ, കുറച്ച് കാലം ഒരു സ്വാഭാവികമായിട്ട് ഒരു സങ്കടമുള്ള കുറച്ച് കാലമുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്ന് നമ്മൾ ഓൾറെഡി ഒരുപാട് മുകളിൽ എത്തിക്കഴിഞ്ഞു. അവിടെ താഴോട്ട് ഇറങ്ങാതിരിക്കുക, ആ മുകളിൽ നിന്ന് കുറച്ച് നേരം നടന്ന് റെസ്റ്റ് എടുത്ത് ഇരുന്ന് സങ്കടപ്പെട്ടിരുന്ന് അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക, മുകളിലോട്ട് പോകാൻ നോക്കുക, എന്നിട്ട് പഠിച്ചോളൂ കേട്ടോ. അതിൻ്റെ റിസൾട്ട് വരും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഇത്രയും പഠിച്ച് ഇത്രയും എത്തിച്ച നിങ്ങളുടെ ആ ഒരു ടാലൻറ്റും ബ്രില്യൻസും ആ ഒരു നോളജും നിങ്ങൾ വെറുതെ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് കളയാതിരിക്കുക. അതവിടെ ഉണ്ട്. നിങ്ങൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്താൽ ചിലപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി കേട്ടോ, ഞാൻ ഈ പറഞ്ഞവർക്ക് പറഞ്ഞ പോലെ സ്റ്റോറി പോലെ അടുത്ത വർഷം എനിക്ക് വേറൊരു സ്റ്റോറി വരാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങളുടേതായിരിക്കും. കാരണം അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾ ഈ 2-2.5 വർഷത്തിനിടയ്ക്ക് ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ SC മലയാളി 2020 മുതൽ ഒരുപാട് കഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്. തളർന്നു നിന്നിരുന്നു, ഉയർത്തെഴുന്നേറ്റ് തൊട്ടടുത്ത വർഷങ്ങളിൽ റാങ്ക് ടോപ്പിലെത്തിയ ആളുകൾ ഒരുപാട് കഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു കഥ അടുത്ത വർഷം നിങ്ങളത് നിങ്ങൾക്ക് ലോകത്തോട് വിളിച്ച് പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാറുക, ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കരുത്. കമ്പ്യൂട്ടറൊക്കെ ഫെയിൽ ആയ ആളുകൾ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഫെയിൽ ആയതുകൊണ്ട്, കാരണം നിങ്ങൾ ഓൾറെഡി റാങ്ക് ലിസ്റ്റിൽ എത്തി തന്നെ വിചാരിക്കുക, ആ കമ്പ്യൂട്ടർ ഫെയിൽ ആയതുകൊണ്ട് മാത്രമേ കിട്ടാത്ത കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ പ്രാവശ്യം ഭാഗ്യമല്ല, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുക നോക്കുക എന്ന് കൂട്ടിയാൽ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഭയങ്കര ടൈറ്റാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ CHSL പരീക്ഷ നടന്നപ്പോഴും കമ്പ്യൂട്ടർ കുറച്ച് മോഡറേറ്റ് ലെവലിലാക്കി ചുരുക്കിയിട്ടുണ്ട്. അത് ഫസ്റ്റ് പരീക്ഷ. അപ്പോൾ ഇവർ ഈ പുതിയ എഡ്യൂക്കേറ്റീവ് വന്നതിന് ശേഷമുള്ള ആദ്യ മെയിൻസ് പരീക്ഷയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവർ ആദ്യം കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവർ നടത്തിയ ആദ്യ പരീക്ഷയുടെ സെലക്ഷൻ പോസ്റ്റ് അതിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടു. പിന്നെ അത് റെക്ടിഫൈ ചെയ്തു.
പിന്നെ അവർ ആദ്യം നടത്തുന്ന മെയിൻസ് പരീക്ഷയാണ് CGL. അപ്പോൾ ആ സമയത്താണ് ഈ കമ്പ്യൂട്ടറിന്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രശ്നമായതുകൊണ്ടാണ് തോന്നുന്നു കഴിഞ്ഞാൽ CHSL ഒന്നും അത്ര വലിയ ടൈറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അല്ല ചോദിച്ചത്, കുറച്ച് മോഡറേറ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് കുട്ടികൾ പാസ്. അതുപോലെ അടുത്ത വർഷവും ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. അടുത്ത വർഷം കമ്പ്യൂട്ടർ അങ്ങനെ ഒരുപാട് ടഫാക്കി ചോദിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും കമ്പ്യൂട്ടർ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ. ഞാൻ പറഞ്ഞതുകൊണ്ട് പഠിക്കാതിരിക്കൊന്നും വേണ്ട. പക്ഷേ കമ്പ്യൂട്ടർ മാത്രമായിട്ട് പിന്നാലെ ഇരിക്കാൻ നിൽക്കരുത്. കമ്പ്യൂട്ടർ നന്നായിട്ട് പഠിക്കുക. പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ കൈവിടാതിരിക്കും. ഇത് ക്വാളിഫയിങ് പേപ്പറാണ്, അത് ക്വാളിഫൈ ആവണം. അതിൻ്റെ കൂടെ തന്നെ ഇതിന് മാർക്കും വേണം. ലാസ്റ്റ് ഇതിന് ക്വാളിഫൈ ആവും, പക്ഷേ ബാക്കിയുള്ള 390 മാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആവരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, എന്ത് തരം ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. SSC മലയാളിൻ്റെ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണമെങ്കിൽ അങ്ങനെ വരാം. അതല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മളൊക്കെ ഡയറക്റ്റ് ആക്സസിബിൾ ആണ്. നമ്മുടെ ടെലഗ്രാം ചാനലായാലും നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഡയറക്റ്റ് ആക്സസിബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളൊരു നമ്പർ കിട്ടാനോ കോൺടാക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അത് കോൺടാക്ട് ചെയ്ത് നമ്മളെ റെക്ടിഫൈ ചെയ്തു കേട്ടോ. ഓക്കെ, നിങ്ങൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്തതിൻ്റെ പേര് നിങ്ങളെ പിടിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ അടുത്ത പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് കയറുമ്പോൾ പിടിച്ച് ആടിയാറൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 കാറ്റഗറി, ഓഫ്ലൈൻ, ഓൺലൈൻ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ച് അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത ഈ 3 കാറ്റഗറി ആളുകളെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് കോൺഫിഡൻസോട് പറയുന്നത്. ഏതാ കേട്ടോ, കലർപ്പില്ലാത്ത 83 ഒക്കെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും വല്ല സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പറയുന്നൊക്കെ നുണയാണ്, ഇത്രയൊന്നും ആളുകൾ ഓഫ്ലൈൻ ഇല്ല എന്ന് അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം ടു SSC മലയാളി കേട്ടോ. നിങ്ങൾ എപ്പോഴും SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വെൽക്കം ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ അത് വെരിഫൈ ചെയ്തിട്ട് പോകാം കേട്ടോ. അത് വെരിഫൈ ചെയ്തിട്ട് ഒരു ചായയും കുടിച്ച് ബിരിയാണിയും കഴിച്ച്, കോഴിക്കോടാണ് ഇഷ്ടംപോലെ നല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ലൊരു ബിരിയാണിയും ചായയും കുടിച്ചിട്ട് നമുക്കത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. നിങ്ങൾ എപ്പോഴും വെൽക്കം. നിങ്ങൾ ആരെയും ഒരു ദേശത്തോടൊന്നും നമ്മൾ കാണൂല. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടത് വെറുതെ ഇങ്ങനെ ഓൺലൈനിൽ ഇരുന്ന് ഓരോന്ന് വിളിച്ച് പറയാം. നിങ്ങൾ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. നിങ്ങളിവിടെ ഇനിയിപ്പോൾ നിങ്ങൾ ദൂരൊക്കെയാണ്, നിങ്ങൾക്ക് വരാൻ ചിലവൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ യാത്ര വണ്ടിക്കൂലി എന്ത് ചെയ്യാം, നമ്മൾ തരും. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇത് വെരിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ തിരിച്ചു പോയാൽ മതി. ഓരോ കുട്ടികളെയും കണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ഓരോ കുട്ടികൾ ഏത് ബാച്ചിലാണ് അല്ലെങ്കിൽ ഏത് ഓൺലൈൻ ബാച്ചിലാണ് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളോട് പോയാൽ മതി. അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ ചോദിച്ചു കേട്ടോ. ആ കോൺഫിഡൻസോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അത് ഉള്ളിൽ ഈ പറഞ്ഞ കാര്യം എന്താ പറയുക, അത് അത്ര 100% കറക്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസ്. ഞാൻ ആധികാരികമായിട്ട് യൂട്യൂബ് ചാനൽ, നമ്മുടെ ചാനലിൽ വന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അത് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് എപ്പോഴും SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് നമ്മുടെ അടുത്ത് വരാം, വെരിഫൈ ചെയ്യാൻ പോവാം. ഓൾവേസ് വെൽക്കം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ റഹ്മത്ത് ഹോട്ടലിൽ അല്ലെങ്കിൽ പാരഗൺ ഹോട്ടലിൽ ഒരു ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം. അപ്പോൾ അങ്ങനെ ഡൗട്ടുള്ള ആളുകൾ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരിക. ഇത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഒരു തമാശയായിട്ട് പറയുന്നതാണ്. അപ്പോൾ വരേണ്ടവർക്ക് വരാം. ഓക്കെ, വെരിഫൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ നേരിട്ട് വന്ന് വരാം, അങ്ങനെ വെരിഫൈ. അപ്പോൾ അത് പറയുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, കുറച്ച് ഡിലേ ആണ്. എന്തായാലും ഒരു 3 മാസം കൂടെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 3 മാസം നന്നായിട്ട് പഠിക്കുക. അടുത്ത വർഷത്തെ പരീക്ഷ, അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഈ കാണിച്ച പേരുകൾ പോലെ അടുത്ത വർഷം നിങ്ങളുടെ ഫോട്ടോയും എനിക്ക് കാണാൻ, അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും കാണാൻ നമുക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വൺസ് അഗെയിൻ SSC മലയാളി തൂക്കിയിട്ടുണ്ട് കേരളത്തിലെ നമ്പർ 1 റിസൾട്ട്.